നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സിദ്ധുവേട്ടന് പുതിയ കേസായല്ലോ. പരുന്തും പറവയൊക്കെ കൂട്ടിലായി. ഇനി അവരെ ഇറക്കണ്ടേ? അത് അവൻ നോക്കിക്കോളൂ, നീ ഇടപെടണ്ട. നിനക്ക് സ്വന്തം കേസ് അടുത്ത് തന്നെ വാദിക്കാലോ. നിന്റെ ഡിവോഴ്സ് കേസ്. സിദ്ധു അതിനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടും കേസ് നടത്തി എന്നെ ഒഴിവാക്കാൻ. നിയമം എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്തെ നിൽക്കൂ. ആ ആനുകൂല്യം ഞാൻ ശരിക്കും ഉപയോഗിക്കും. വഴക്കിട്ട് പിരിയണമെന്ന് ഞങ്ങൾക്കില്ല. സമാധാനമായി പിരിയുന്നതാ നല്ലത്. അതിന് നീ വേണം സഹകരിക്കാൻ. എങ്ങനെ മനസ്സ് വരുന്നു അച്ഛൻ ഇങ്ങനെ പറയാൻ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. സ്വന്തം മോൾക്കാണ് ഈ ഗതി വരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയൂ? സ്വന്തം മോളെ കണ്ടവന്റെ കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കത്തില്ലല്ലോ. ഞാൻ എപ്പോഴങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്? സിദ്ധുവേട്ടൻ ദേവികയുടെ കൂടെ നടക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ? നിങ്ങളെയൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതെല്ലാം അഭിനയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. വേണ്ടടി, നീ ഇനി നുണയൊന്നും പറയണ്ട. ഇനി നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. മതി കൂടെ താമസിച്ചത്. അയ്യ, എന്തൊക്കെയായിരുന്നു. എന്നെ ജയിലിൽ കയറ്റില്ലേടി നീ? അതൊന്നും മറക്കാനേ ഞങ്ങൾ തയ്യാറല്ല. നീ എത്രയൊക്കെ ശ്രമിച്ചാലും സിദ്ധു നിന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. പണ്ട് നിന്നോടൊപ്പം കനിവ് കാണിച്ചവനാ ഞാൻ. പക്ഷേ ഇപ്പോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ നല്ലൊരു മാതൃകയല്ല, നല്ല സ്ത്രീയുമല്ല. അതുകൊണ്ട് ഞാൻ സിദ്ധുവിന്റെ കൂടെ നിൽക്കൂ. ആരുടെ കൂടെ വേണമെങ്കിലും നിന്നോ, എന്റെ കൂടെ ദൈവമുണ്ട്. നിങ്ങളൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചാലും എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റില്ല. നോക്കാം, ദൈവം നിന്റെ കൂടെയാണോ അതോ ഞങ്ങളുടെ കൂടെയാണോന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ഏയ് വേണ്ട, വയ്യെങ്കി എണീക്കണ്ട. തല്ലിയതാരാന്ന് മനസ്സിലായോ? ആ വിശാലും ഇരുട്ടും. മറ്റേതിന്റെ തിരിച്ചടിയാ. പേഴ്സ് കൊടുത്ത് വിട്ടില്ലേ, അതിന്റെ തിരിച്ചടി. എന്നാലും ഇതിന്റെ പിന്നെ ഞാനാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായെന്നാ എനിക്ക് പിടികിട്ടാത്തത്. പൊന്നുമണി പറഞ്ഞതായിരിക്കും. എന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നാ അവള് പറഞ്ഞത്. ചിലപ്പോ ഊഹിച്ചെടുത്തായിരിക്കും. അന്ന് എന്നെയും പൊന്നുമണി ഒരുമിച്ച് കണ്ടിരുന്നല്ലോ അക്ഷര. അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കും. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ കരുതിയത് നിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. അതിന് തങ്കച്ചി അവർ രണ്ടുപേരുണ്ടായിരുന്നു. വിശാൽ അഭ്യാസിയ. ഇരുട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അവർക്കിടയിൽ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം തങ്കച്ചിക്ക് വേണ്ടിയാ. അതെനിക്കറിയാം. നീ വിഷമിക്കണ്ട, നിന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. ചെലവ് മാത്രം പോരാ, കുറച്ച് കാശും കൂടി തരണം. അതൊക്കെ തരാം. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അതും കൂടി എനിക്കറിയണം. തിരിച്ചടിക്കാതിരുന്ന അത് മോശ. നീ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കും. അത് നിനക്ക് ക്ഷീണ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ തിരിച്ചടിക്കാനാ തങ്കച്ചി? വീണ്ടും ഇടിയുള്ളൂന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തല്ലണമെന്ന് ഞാൻ പറഞ്ഞോ? അതല്ലാതെ തിരിച്ചടിച്ചൂടെ? അതല്ലാതെ എങ്ങനെ? പോലീസിനെ വിവരം അറിയിക്കണം. 2 പേർക്കും എതിരെ വധശ്രമത്തിന് കേസെടുക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. പോലീസ് അത് വേണോ? വേണം. അതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. നീ മാന്യനാണെന്ന് എല്ലാവരും വിചാരിക്കും. എന്ന് വെച്ചാൽ നിത്യയും നിത്യയുടെ വീട്ടുകാരും വിചാരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിനക്ക് നല്ലതല്ലേ?
അത് നല്ല. അപ്പോ പരാതി കൊടുക്കല്ലേ? കൊടുക്കണം. ഒരു കണക്കിന് നീ ഇവിടെ അഡ്മിറ്റ് ആയത് നന്നായി. പരാതിക്കൊരു ബലം കിട്ടുമല്ലോ. ദേഹം ആസകല വേദന. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഏതെങ്കിലും ആയുർവേദ ആശുപത്രി പോയി എണ്ണത്തോണി കിടക്കാൻ. അതിനുള്ള ചെലവ് ഞാൻ തരണമായിരിക്കും. പിന്നെ വേണ്ടേ? ഞാനീ സഹിക്കുന്ന മുഴുവനും ആർക്ക് വേണ്ടിയാ? തങ്കച്ചിക്ക് വേണ്ടിയാ. ശരി ശരി, വേഗം പരാതി എഴുതി കൊടുക്ക്. ഒന്ന് വന്നേ. ഇതിലെ ഒരു ഒപ്പിട്. എന്താണാവോ? മ്യൂച്വൽ ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷനാണ്. ഒറ്റ വരി. ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് പിരിയുന്നു. അപ്പോ ഫൈറ്റ് ചെയ്ത് ഒഴിവാക്കുമെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നോ? അത് ഉപേക്ഷിച്ചോ? ഞാൻ കുറെ പ്രതീക്ഷിച്ചു. പേടിച്ചിട്ടൊന്നും അല്ല വേണ്ടെന്ന് വെച്ചത്. സമയം എന്തിനാ വെറുതെ കളയുന്നത്? അത് നിനക്കും ഗുണം ചെയ്യില്ല, എനിക്കും ഗുണം ചെയ്യില്ല. ദാ ഈ ന്യായങ്ങളൊക്കെ ദേവികയോട് ചെന്ന് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഞാൻ ഡിവോഴ്സിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യാറല്ല എന്ന് തന്നെയാണ് അർത്ഥം. മ്യൂച്വൽ ആയാലും അല്ലാതെയാണെങ്കിലും ഞാൻ അതിന് വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. നാണം ഇല്ലല്ലോ നിനക്കിവിടെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട്. വെറുതെ ഒന്നും അല്ലല്ലോ, അവകാശമുള്ളതുകൊണ്ടല്ലേ. സിദ്ധുവിന്റെ പറച്ചിലായിട്ടാ തോന്നുമല്ലോ ഞാൻ വല്ല വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്നതാണെന്ന്. നിയമപ്രകാരം താലി കെട്ടി കൊണ്ടുവന്നതാ സിദ്ധുവേട്ടനെ എന്നെ ഇവിടെ. ഇനി ഞാൻ ഇവിടുന്ന് പോണമെങ്കിൽ നിയമപ്രകാരം തന്നെ ഒഴിവാക്കണം. ഒഴിവാക്കുടി. എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും നിന്നെ ഞാൻ ഒഴിവാക്കും. കുറെ കാലമായില്ലേ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കാൻ സിദ്ധുവിനെ കൊണ്ട് കഴിഞ്ഞോ? കഴിയില്ല. കാരണം എനിക്കറിയാം, ഏകപക്ഷീയമായി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഭർത്താവെന്ന നിലയ്ക്ക് സിദ്ധുവേട്ടന് സാധിക്കില്ല. അതിന് കാരണം വേണം, ഗ്രൗണ്ട് വേണം. അത് സിദ്ധുവേട്ടനില്ല. അതറിയാവുന്നതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു പേപ്പറുമായിട്ട് എന്റെ മുൻപിൽ വന്നത്. ഞാൻ ഒപ്പിടുവോ? ചത്താലും ഒപ്പിടില്ല. ആണാണെങ്കി കോടതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്ക് ഡിവോഴ്സ്. നമുക്ക് നോക്കാം കിട്ടുമെന്ന്. കോടതിയുടെ മുൻപില് നിന്നെ നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ അതിന് ശ്രമിക്കാതിരുന്നത്. ഓ, ഇനി അങ്ങനൊരു ഔദാര്യം നീ എന്നിന്ന് പ്രതീക്ഷിക്കണ്ട.